പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ പന്തിരങ്കാവ് സ്വദേശി കെ ഹർഷിനെയും സമരസമിതി നേതാക്കളും മുഖ്യമന്ത്രിയെ കാണാൻ സെക്രട്ടേറിയറ്റിലേക്ക് എത്തി. വർഷങ്ങളായി നീതി തേടുന്ന ഹർഷിനയ്ക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന വേളയിൽ ഏറെ പിന്തുണ നൽകിയിരുന്നു. സെക്രട്ടേറിയറ്റിൽ എത്തുന്ന മുഖ്യമന്ത്രി ഹർഷിനയെയും സമരസമിതി നേതാക്കളെയും കാണും. ഹർഷിനയ്ക്ക് സഹായങ്ങൾ നൽകുന്നതിൽ ഉടൻ തീരുമാനമുണ്ടായേക്കും. ഏതായാലും പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ പന്തിരങ്കാവ് സ്വദേശിയായ ഹർഷിനെയും സമരസമിതി നേതാക്കളും മുഖ്യമന്ത്രിയെ കാണാൻ സെക്രട്ടേറിയറ്റിൽ എത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി നീതി തേടുന്ന ഹർഷിനയ്ക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന വേളയിൽ പിന്തുണ നൽകിയിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാനായാണ് ഇപ്പോൾ ഹർഷിന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ എത്തുന്ന മുഖ്യമന്ത്രി ഹർഷിനെയും സമരസമിതി നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ഹർഷിനയ്ക്ക് സഹായം നൽകുന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകാനാണ് സാധ്യത. തിരുവനന്തപുരം പൂവച്ചലിൽ കിണറ്റിൽ വീണ വയോധിക മരിച്ചു. പൂവച്ചൽ സ്വദേശി പുഷ്പലീലയാണ് മരിച്ചത്. രാവിലെ വീട്ടിൽ ആഹാരം പാചകം ചെയ്തതിനു ശേഷം കറിവേപ്പില എടുക്കാനായി പുറത്തേക്ക് പോയപ്പോഴായിരുന്നു സംഭവം. കറിവേപ്പില പറിക്കുന്നതിനിടെ കാൽ വഴുതി കിണറ്റിൽ വീണതാകാം എന്നതാണ് പ്രാഥമിക നിഗമനം. കാട്ടക്കടയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം പൂവച്ചലിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. കിണറ്റിൽ വീണാണ് പൂവച്ചൽ സ്വദേശിയായ പുഷ്പലീല മരണപ്പെട്ടത്. രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. വീട്ടിൽ ആഹാരം പാചകം ചെയ്യുന്നതിന് ശേഷം കറിവേപ്പില എടുക്കാനായി പുറത്തേക്ക് പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. കറിവേപ്പില പറിക്കുന്നതിനിടെ കാൽ വഴുതി കിണറ്റിൽ വീണതാകാം എന്നതാണ് പ്രാഥമിക നിഗമനം. എന്തായാലും കാട്ടാക്കടയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ നഗരത്തിൽ വിരണ്ടോടി നാശനഷ്ടം വരുത്തിയ ആനയെ എഴുന്നള്ളിക്കുന്നതിൽ വിലക്ക്. വനംവകുപ്പിന്റേതാണ് നടപടി. 15 ദിവസത്തേക്കാണ് വിലക്ക്. വിലക്കിന് ശേഷം 3 വെറ്റിനറി ഡോക്ടർമാർ ആനയെ പരിശോധിക്കും. നാശനഷ്ടങ്ങളുടെ കണക്കുകൾ അടങ്ങുന്ന റിപ്പോർട്ട് റവന്യൂ വകുപ്പ് നൽകും. തിരുവനന്തപുരം സ്വദേശി ശിവദത്തിന്റെ ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആന കഴിഞ്ഞ ശനിയാഴ്ച ചെമ്പുകാവ് പ്രദേശത്ത് വിരണ്ടോടിയിരുന്നു. 5 ഇരുചക്ര വാഹനം, 2 കാറുകൾ, ഓട്ടോ, വീടുകളുടെ മതിൽ എന്നിവയാണ് ആന നശിപ്പിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. വണ്ടൂർ കാപ്പിലിൽ വീണ്ടും രാഷ്ട്രീയ ആക്രമണം എന്ന പരാതി. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ CPIM പ്രവർത്തകനെ ബാർബർ ഷോപ്പിൽ കയറി ക്രൂരമായി മർദ്ദിച്ചു. കാപ്പിൽ അരുപ്പമാട് സ്വദേശി മൂലങ്ങോടൻ സാജുവിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ ഇയാളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് രാഷ്ട്രീയ സംഘർഷം പതിവാകുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. സംഭവത്തിൽ വണ്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വണ്ടൂർ കാപ്പിലാണ് വീണ്ടും രാഷ്ട്രീയ ആക്രമണം നടന്നതായി പരാതി ഉയരുന്നത്. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ CPIM പ്രവർത്തകനെ ബാർബർ ഷോപ്പിൽ കയറി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. കാപ്പിൽ അരുപ്പമാട് സ്വദേശി സാജുവിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ ഇയാളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് രാഷ്ട്രീയ സംഘർഷം പതിവാകുകയാണ് എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഏതായാലും സംഭവത്തിൽ വണ്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം മാടനടയിൽ 2 വീലർ ഷോറൂം സർവീസ് സെന്ററിൽ തീപിടുത്തം. സംഭവത്തിൽ കെട്ടിടവും 40ഓളം ഇലക്ട്രിക് സ്കൂട്ടറുകളും പൂർണ്ണമായും കത്തിനശിച്ചു. സാരഥി മോട്ടോഴ്സിന്റെ സ്കൂട്ടർ ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നതാണ് പ്രാഥമിക നിഗമനം. സ്കൂട്ടറുകളിലെ തീ അണച്ചതിനു ശേഷവും ഇലക്ട്രിക് ബാറ്ററികൾ പൊട്ടിത്തെറിച്ച് വീണ്ടും തീപിടുത്തമുണ്ടായി.
കടപ്പാക്കട ചാമക്കാട് ഫയർ സ്റ്റേഷനുകളിൽ നിന്നും 4 യൂണിറ്റ് ഉദ്യോഗസ്ഥർ എത്തി 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പാർക്ക് ചെയ്ത ബൈക്ക് മോഷ്ടിച്ച കേസിൽ KSRTC ജീവനക്കാരൻ പിടിയിൽ. KSRTC വികാസ് ഭവൻ ഡിപ്പോയിലെ ജീവനക്കാരൻ കടവട്ടാരം സ്വദേശി ദിലിനെയാണ് നെയ്യാറ്റിൻകര പോലീസ് പിടികൂടിയത്. നെയ്യാറ്റിൻകര പാലക്കടവ് സ്വദേശി സെബി ആൽബിന്റെ ബൈക്കാണ് മോഷ്ടിച്ചത്. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലാണ് പ്രതി പിടിയിലായത്. പ്രതിയുടെ പേരിൽ മോഷണം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകളിൽ കേസെടുത്തു. തൃശൂർ വിയൂരിൽ ദയ ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിലിടിച്ച് അപകടം. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും ഡീസൽ ചോർന്ന ഗതാഗത തടസ്സമുണ്ടായി. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി റോഡിലെ ഡീസൽ നീക്കം ചെയ്തു.